കോട്ടയം കുറിച്ചിയിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി 80-കാരിയുടെ വള മോഷ്ടിച്ചു. മോഷണ ശ്രമത്തിനിടെ വയോധികയുടെ കൈ മുറിഞ്ഞു. സ്വാമിക്കവല സ്വദേശി അന്നമ്മയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്തായിരുന്നു സംഭവം. ജോസി ബാബു ചേരുന്നു. ജോസി, സംഭവത്തിന്റെ വിശദാംശം. ധന്യ, ചിങ്ങവനം പോലീസിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ്. രാവിലെ 8:30-നും 10:45-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ കുടുംബാംഗങ്ങൾ മറ്റു ആളുകൾ പള്ളിയിൽ പോയിരുന്നു. ഈ സമയത്താണ് മോഷ്ടാവെത്തി വയോധികയെ ആക്രമിച്ച് സ്വർണം കവർന്നത്. വയോധികയുടെ കയ്യിൽ കിടന്ന വള അറുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഇതിനിടെ വയോധികയുടെ കൈ മുറിഞ്ഞവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ചെത്തിപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്വാമിക്കവലയിൽ താമസിക്കുന്ന അന്നമ്മ എന്ന 80-കാരിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. അവരെ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു വീട്ടുകാർ എത്തിയപ്പോൾ കണ്ടത്. ഈ സാധാരണഗതിയിൽ വീട്ടുകാർ പ്രായത്തിൻ്റെതായ അവശതയുള്ള അന്നമ്മയെ ഞായറാഴ്ച വീട്ടിലാക്കിയ ശേഷം പള്ളിയിൽ പോവുകയാണ് പതിവ്. ആ നിലയ്ക്ക് തന്നെയാണ് ഇന്നും പള്ളിയിൽ പോയത്. പുറത്തുനിന്നും വാതിൽ ചാരിയിട്ട ശേഷമായിരുന്നു പോയത്. തിരിച്ചു വന്നപ്പോഴാണ് ഇത്തരത്തിൽ അന്നമ്മയെ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തുകയും അന്നമ്മ അവശ്യനിലയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും പ്രദേശത്തെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഈ വീടുമായി നല്ല പരിചയമുള്ള അല്ലെങ്കിൽ സ്ഥലപരിചയമുള്ള ആളുകളായിരിക്കാം ഈ കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും ഈ പ്രദേശത്തെ സ്ഥാപനങ്ങളുടെയും അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കോട്ടയത്ത് പനൈക്കഴുപ്പിൽ കട നടത്തുന്ന വയോധികയെ പിന്നിൽ നിന്നും തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം മാല കവർന്നു. ഇത്തരത്തിൽ അടിക്കടി ജില്ലയിൽ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും വയോധികർക്ക് നേരെ ആക്രമണമുണ്ടാകുന്നതും ആശങ്ക പരത്തുന്നുണ്ട്. സ്വർണ്ണ കവർച്ച സംഘങ്ങൾ ഇത്തരത്തിൽ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പ്രതിയെ ഉടൻ പിടികൂടുമെന്നുള്ള വിവരമാണ് ചിങ്ങവനം പോലീസ് പങ്കുവെക്കുന്നത്. ധന്യ.